അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വന്തം കൂടാരത്തിലുള്ള തർക്കങ്ങളും ചർവിത ചർവണങ്ങളും നിർത്താൻ കഴിയാത്ത, സ്വന്തം തറവാട്ടിൽ വഹാബിയായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകം പദ്യരൂപത്തിലാക്കി പ്രചരിപ്പിക്കുന്ന വഹാബികൾ അവർ അധ്യാപകരായിട്ടുള്ള സ്ഥാപനത്തിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് ഉരുവട്ടൂരുകളുടെ അതേ സംസാരമാണ്. അയാൾ പറയുന്നത് വഹാബികളെ SYSന്റെ സമ്മേളനത്തിൽ കൊണ്ടുപോയി എന്നാണ്. എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിന്റെ ഏത് വിഭാഗത്ത് വെച്ചുകൊണ്ടോ സമ്മേളനം നടത്തി. വിഘടിത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായി കൊണ്ട് പങ്കെടുത്തത് ഷെയ്ഖ് യഹിയ റോഡസ് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ? ആരായിരുന്നു അദ്ദേഹം? ബിദഈ പ്രസ്ഥാനക്കാരൻ. അതിലുപരി തന്റെ എല്ലാ ഹുതുബയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ ഹുതുബ നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് ഒരു സുന്നി വേദിയിലാണ്. ആ സുന്നി വേദിയിൽ ബിദ്അത്തുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരത്വം ആ സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല, ബഹുമാന്യനായ കേരളത്തിന്റെ ആ പണ്ഡിതൻ കൊണ്ടുവന്ന കേശവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ ആ മുടിനാര് ഇഴയുടെ മുടിമാര് അക്ഷരം പോലും ആ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി തയ്യാറാവാത്ത വിധത്തിലേക്ക് ആദർശ ദാരിദ്ര്യം ആ സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് ചോദിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് അത്തരം ആദർശ വൈരൂപ്യങ്ങളെ, ശൈഥില്യങ്ങളെ, ആദർശ വ്യതിയാനികളെ നേരിടാനുള്ള ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല? ഒന്നാഞ്ഞു പിടിച്ചാൽ, ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നാൽ, പാണക്കാട് കുടുംബത്തിന്റെയും സയ്യിദുൽ ഉലമയുടെയും ശൈഖുൽ ജാമിയുടെയും നേതൃത്വത്തിൽ ഒരുമിച്ച് സുന്നി പ്രസ്ഥാനം നിന്നാൽ, ഭിന്നതയുടെ ലാഞ്ചനയില്ലാതെ, പരസ്പരമുള്ള വിഴുപ്പലക്കലുകളില്ലാതെ, സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങളില്ലാതെ ഒരുമിച്ചൊറ്റക്കെട്ടായി ജാമിയ നൽകുന്ന സന്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മതനിരാസവാദി മാത്രമല്ല, ഫാസിസ്റ്റ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ബിദ്അത്തുകാരന്റെയും വിഘടിതന്റെയും ചീട്ടുകൊട്ടാരങ്ങളെ തകർത്തെറിയാൻ നമുക്ക് സാധ്യമാകുമെന്ന ബോധം നമുക്കുണ്ടാവണ്ടേ? അതുകൊണ്ട് സംഘടിക്കുക. ഭിന്നിക്കാനല്ല നമ്മുടെ സമയം ഉണ്ടാകേണ്ടത്. സമുദായത്തിന്റെ ഐക്യം, മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ പ്രയാണമാണ് ആവശ്യം. അതുകൊണ്ട് ജാമിയ നൂരിയ, അതുകൊണ്ട് തന്നെ സുന്നികൾ ഐക്യപ്പെടണം. എന്നാലേ ഈ വിഘടിതരെയും മറ്റുള്ളവരെയും നമുക്ക് എതിർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും ഭിന്നിച്ചു നിൽക്കരുതെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. ഈ നാസർ ഫൈസി കൂടത്തായി ഇത് സംസാരിക്കുമ്പോൾ തന്നെ തന്റെ കൂടെയുള്ളവരെന്ന് അവകാശപ്പെടുന്ന തന്റെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് പ്രവേശിപ്പിക്കാതെ നിങ്ങൾക്ക് ഞങ്ങൾ യാതൊരു സ്ഥാനവും തരില്ല, പ്രസംഗിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയാണ്. അവരെ മാറ്റി നിർത്തിയിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി യാതൊരു ശ്രമവും നടത്താതെയാണ് ഈ കവലപ്രസംഗം നടത്തുന്നതെന്ന് ഓർക്കുമ്പോൾ വേശ്യപ്പെണ്ണിന്റെ ചാരിത്ര പ്രസംഗം പോലെ തോന്നിപ്പോയി എനിക്ക്. മാത്രവുമല്ല, അത് വേശ്യയുടെ ചാരിത്ര പ്രസംഗമാണെന്ന് തെളിയിക്കുന്ന സംഭവവും അവിടെ ഉണ്ടായി. നാസർ ഫൈസി കൂടത്തായിയുടെ പ്രഭാഷണം കഴിഞ്ഞ് തീരുമ്പോഴേക്ക് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം അടിസമ്മേളനമായി മാറിയിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ കൂടുതലും ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള സമ്മേളനത്തിൽ സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യേണ്ട സ്ഥാപനത്തിന്റെ സമ്മേളനത്തിൽ അകാരണമായി ഒരാളെയും ആക്രമിക്കപ്പെടാൻ പാടില്ലെന്ന് പഠിപ്പിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ തമ്മിൽ തല്ലുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും നിസാരമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ടാണ് അവിടെ തമ്മിൽ തല്ല് നടന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ദീനീ പ്രവർത്തനങ്ങളിലോ ദീനീ സ്ഥാപനങ്ങളിലോ അധികാരം കൊടുക്കരുതെന്ന് പറയുന്നത്. അവർക്കെവിടെയും രാഷ്ട്രീയ സ്വഭാവമാണ് ഉണ്ടാവുക. അവരോട് ചേരുന്നവർക്കും രാഷ്ട്രീയ സ്വഭാവമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വളരെയധികം ദുഃഖകരമായ അതിദാരുണമായ സംഭവം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നടന്നിട്ടുള്ളത്. സയ്യിദുൽ ഉലമയെ പോലെയുള്ള മഹാരഥന്മാരെ അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരം ദാരുണമായ സംഭവം ഉണ്ടായതിൽ അഗാധമായ വിഷമം രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ. നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം.
ഇതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പട്ടിക്കാട് ജാമിയ നൂരിയ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടുനിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും. അപ്പം അവരെയും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ. അതിനാര് വിലങ്ങി വെച്ചാലും അത് ഞങ്ങളാരും അതിന് എഴുതിച്ചു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാം. അതാണ് തങ്ങൾക്കും പറയാനുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ കൂട്ടിപ്പിടുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം, അതാണ് വേണ്ടത്. അല്ലാ യകൂന ഫീ ഖൽബിക ഇന്തിഖാമുൻ ലിഅഹദ്, ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കണം എന്നുള്ള മനോഭാവം അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു മുഅ്മിന്റെ സ്വഭാവമാണ്. പ്രതിഷേധവും രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ. മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സ്വഹാബിയെ പോലും നിന്ദിക്കുന്ന തരത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ വെച്ച് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സംസാരിക്കുകയാണ്. അതിന് അദ്ദേഹത്തോട് വിശദീകരണം തേടുകയോ അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിപ്പിക്കുകയോ ചെയ്യാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സമാപന സമ്മേളനമായ ഇന്നും പങ്കെടുപ്പിക്കുകയും പ്രസംഗിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നോർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്നാലും ചെറിയൊരാശ്വാസത്തിന് വകയുണ്ട്. ജനങ്ങൾ കണക്കിന് കൊടുത്തു എന്നുള്ളതാണ് സത്യം. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിനെ നിന്ദിച്ചയാളാണെന്ന നിലക്ക് അദ്ദേഹവും നിന്ദനായി പോവുകയാണ്. ഒരു കുട്ടിയും ആ പ്രഭാഷണം കേൾക്കാൻ ഇല്ല. ആദ്യം അത് കണ്ടതിന് ശേഷം നമുക്ക് അടിപിടി കാണാം. കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു പുതിയ ആശയം അതിന്റെ മുമ്പിൽ ഇല്ല. ആ പഴയകാല ആശയം അതുപോലെ നേരത്തെ ഇവിടെ ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ മാത്രം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ ഗവേഷണം ഒരു മാനദണ്ഡമാക്കി വന്നുകൊണ്ട് അടിസ്ഥാനപരമായി ഗവേഷണ യോഗ്യതയില്ലാത്ത ആളുകൾ ഇജ്തിഹാദിന്റെ ബാബ അടഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ഇന്നും ഗവേഷണം നടത്തി കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ മുമ്പിലുണ്ട്. ആ വാദത്തിൽ നിന്നാണ് ഈ ഭിന്ന വീക്ഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത്. ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞൊരു വാചകമുണ്ട്, മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി ഫലൗ അന്നഹു അസാബൽ മഅന ഫീ നഫ്സിൽ അംർ. ഒരാൾ പരിശുദ്ധ ഖുർആനിൽ തന്റെ അഭിപ്രായം പ്രകടമാക്കി. അസ്സലാമു അലൈക്കും. അതായത് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രണ്ടടി നടന്നു. ആദ്യം സയ്യിദുൽ ഉലമൻ്റെ പേര് വിളിച്ചാണ്ട് പോലെ അവിടെ വിദേശികൾ ഓൽക്കുള്ളത് കൊടുത്തല്ലോ, എന്തോ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടോക്കെ പറഞ്ഞാണ്ട് ആ വസ്ത്രം കൊടുത്ത സമയത്ത് തെക്ബീർ വിളിച്ചു. തെക്ബീറാണ് ചൊല്ലി എല്ലാവരും കൂടി. അപ്പോൾ അത് പറ്റാത്ത പുൽപ്പറ്റ പഞ്ചായത്തിലെ ആസിഫ് പനോളി എന്ന ഒരു ലീഗാരം എന്താ അതിന് മാത്രം ഇത്ര പ്രത്യേകമായിട്ട് തെക്ബീർ അല്ലാന് പാണക്കാട് തങ്ങൾക്ക് എന്താ ചെല്ലാഞ്ഞെന്ന് ചോദിച്ചു. അപ്പം അനക്കത്തിനട അവിടെ പണി വെച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അതിൽ ബാക്കിൽ നിന്ന് ചെക്കന്മാരെ അവനെ ശരിയാക്കി. അതൊക്കെ കഴിഞ്ഞ് അത് പോലീസൊക്കെ വന്ന് അങ്ങനെ ഒതുങ്ങി. പിന്നെ ലാസ്റ്റ് തങ്ങളുസ്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു മൂലയാർ വേറൊരു മൂലയാരോട് ചോദിച്ച്, അയാൾ ഒരു ഒപ്പം പോന്നാന്ന് തോന്നുന്നു. അപ്പം പോവല്ലേ, അതിൽ ബാക്കുന്ന രണ്ട് ലീഗുകാർ, നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇങ്ങക്കാണ് പോയാൽ പോലെ, നിങ്ങൾ എന്തിനാ വേറുള്ളവരെയും കൊണ്ടുപോകണേ എന്ന് ചോദിച്ചിട്ട് ഇയാളെ കോളറിന് പിടിച്ചു. ഭയങ്കര ഒന്നും തള്ള ഈ ഒരു തമ്മിൽ. അപ്പോൾ പിന്നെ വേറൊരു 2-3 മൂലയന്മാർ ബാക്കിന്ന് വന്നു. ഓല് വന്നിട്ട് ആ ബാക്കിന്ന് വന്ന മൂലയന്മാർ എന്താ പ്രശ്നം എന്ന് വെച്ചു. ഇയാൾക്ക് പോകണമെങ്കിൽ ഇയാൾക്കടെ പോയാൽ പോരെ, ഇയാൾ എന്തിനാ വേറുള്ളവരെ കൊണ്ടുപോകണേ, അതിനെ ഇവിടെ കച്ചറ ഉണ്ടാക്കണോ ചോദിച്ചാൽ അതിലെ ബാക്കിന്ന് ആ മൂലയിൽ വന്നാണ്ട് ഒന്നാ കൊടുത്തു. അതിൽ പിന്നെ അങ്ങോട്ട് ഉന്തും തള്ളി കൊണ്ട് അങ്ങോട്ട് ഉന്തിയാണ് കൊണ്ടായിക്കാണ് മറ്റവന്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.